ബാലയ്ക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്ത്. ആദ്യ ഭാര്യ അമൃത സുരേഷ് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എലിസബത്തിന്റെയും തുറന്നു പറച്ചിൽ. ബാലയും ഭാര്യ കോകിലയും ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് താഴെ എലിസബത്തിനെ അതിരൂക്ഷമായി വിമർശിച്ച കസ്തൂരി എന്ന പ്രൊഫൈൽ പങ്കിട്ടുകൊണ്ടാണ് എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രൊഫൈൽ 4 മാസം മുൻപാണ് ഉണ്ടാക്കിയതെന്നും പ്രൊഫൈലിന് പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയാമെന്നുമാണ് എലിസബത്ത് പറയുന്നത്. ബാലയെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് എലിസബത്ത് പ്രണയത്തിലായതെന്നാണ് പ്രൊഫൈൽ പറയുന്നത്. ഇതിനെതിരെയും താരം തുറന്നടിക്കുന്നുണ്ട്. എലിസബത്തിന്റെ വാക്കുകളിലേക്ക്, അസുഖമുണ്ടെന്നത് പോലും മറച്ചുവെച്ചാണ് തന്നെ വിവാഹം ചെയ്തത്. MBBS കഴിഞ്ഞ് എൻട്രൻസ് പഠിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ബാലയെ പരിചയപ്പെടുന്നത്. എന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പുതിയ വീഡിയോ ഇടുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ എനിക്കറിയാത്ത കാര്യമാണെന്നും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ബാലയെ ഉപദ്രവിച്ചെങ്കിൽ 4-5 മാസം നിങ്ങളുടെ മലവും മൂത്രവും കോരിയിട്ടില്ലേ എന്നും എലിസബത്ത് ചോദിക്കുന്നു. ബാലയ്ക്ക് വേണ്ടി എത്ര കാലം ഉറങ്ങാതിരുന്നു? ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നാവ് പൊന്നുന്നതെന്നും നന്ദികേട് നല്ലതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കുമെന്ന് അറിയാമെന്നും എലിസബത്ത് പറയുന്നു. MD എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷയുടെ 1 മാസം മുൻപ് ഹോൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ എന്നെ സമ്മതിച്ചില്ല. ഉറക്കമൊഴിച്ച് പഠിച്ചതാണെന്നും പക്ഷേ സമ്മതിച്ചില്ലെന്നും എലിസബത്ത് പറയുന്നു. അന്ന് വഴക്കുണ്ടായപ്പോൾ നല്ല അടിയാണ് കിട്ടിയത്. 5-6 സെക്കൻഡിലേക്ക് കണ്ണ് തുറക്കുമ്പോൾ ഗ്രേ കളറായിരുന്നു കാണുന്നത്. ഞാൻ 6 മാസം പുള്ളിയുമായി അകന്നു കഴിഞ്ഞു. ആ സമയത്ത് ഡിവോഴ്സ് ആയെന്നാണ് ചിലർ വീഡിയോ ചെയ്തത്. ഒരിക്കൽ പനിച്ച് വയ്യാതെയായി. ആ സമയത്ത് എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞത് പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്നായിരുന്നു. ഭർത്താവിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാർ വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും പോസിറ്റീവായിരുന്നു. ഇതൊക്കെ സംഭവിച്ചത് 2022-ലാണെന്നും എലിസബത്ത് പറയുന്നു. വീട്ടുകാർ പറഞ്ഞത്, നീ നിന്റെ ജീവിതം തുലച്ചു, നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ മിനിമം ജോലിക്ക് പോകൂ എന്നായിരുന്നു. അവസാനം എന്നെ ജോലിക്ക് കയറ്റി. ഞാൻ ചെന്നൈയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഇവർ ചോദിച്ചത്, തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു മലയാളിയായി നീ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ പോലീസ് കേസെടുക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു. ഞങ്ങളുടെ വിവാഹമല്ല നടന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നാട്ടിൽ വെച്ച് നടന്ന വിവാഹ പരിപാടി എൻ്റെ അച്ഛനാണ് നടത്തിയത്. ചെന്നൈയിൽ വെച്ചും പരിപാടി നടത്തുമെന്ന് അവർ അറിയിച്ചിരുന്നുവെങ്കിലും അതിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ടിക്കറ്റും ബുക്ക് ചെയ്തു, പക്ഷേ ക്യാൻസൽ ചെയ്യുകയായിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. ഇതിനിടയിൽ ഒരു പിറന്നാൾ സമ്മാനമായി മാലയും വളയും ഒക്കെ ബാല സമ്മാനിച്ചിരുന്നു. അത് വീഡിയോയുമാക്കി പിന്നീട് എടുത്തുവച്ചു. ഒരു ഓടിക്കാറും തന്നു. എന്നാൽ ആ വാഹനത്തിൽ 4 തവണ ഇരുന്നിട്ടുള്ളൂ എന്നും പിന്നെ ആ വാഹനം എവിടെയാണ് തനിക്ക് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നു. എന്തായാലും മുൻ ഭാര്യ അമൃതയ്ക്ക് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ബാലയ്ക്കെതിരെ എലിസബത്തും ഉയർത്തുന്നത്.